മണിച്ചിത്രത്താഴ് എന്ന ക്ലാസിക് സിനിമയുടെ പിന്നിൽ കൊടൂരമായ കൊലപാതകത്തിന്റെയും അടച്ചിട്ട മുറികളുടെ ഭീതിജനകമായ രഹസ്യങ്ങളും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? നമ്മൾ സ്ക്രീനിൽ കണ്ട് വിറച്ച മാടമ്പള്ളി എന്ന് പറയുന്ന തറവാട് കേവലം ഒരു തിരക്കഥാകൃത്തിന്റെ ഒരു ഭാവന മാത്രമായിരുന്നില്ല. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിനടുത്ത് മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ആലിമൂട്ടിൽ എന്ന് പറയുന്ന പേര് കേട്ട പ്രതാപമുള്ള ഒരു തറവാടുണ്ട്. തിരുവിതാംകൂർ രാജാവിനൊക്കെ പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ഇവരുടെ അടുത്താണ് എത്തിയിരുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാജാവിനെക്കാട്ടിലും മുന്നേ കാർ മേടിച്ചവർ. അപ്പോൾ ആലോചിക്കണം എത്രത്തോളം സ്വത്തും എത്രത്തോളം പൈസയും ഉള്ളവരായിരുന്നു അവരെന്നുള്ളത്. ഈ ഒരു തറവാടും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതയുമാണ് ഈ സിനിമയ്ക്ക് പ്രചോദനമായത്. 1920 തുടക്ക കാലഘട്ടങ്ങളിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് മരുമക്കത്തായി നിലനിന്നിരുന്ന കാലഘട്ടം. സ്വന്തം മക്കൾക്കല്ല, പെങ്ങടെ മക്കൾക്കാണ് കാരണം ഒരു സ്വത്തുകൾ മൊത്തം എഴുതി കൊടുക്കേണ്ടത്. ആ സമയത്താണ് കൊച്ചുകുഞ്ഞ് ചാന്നാർ മൂപ്പേറുന്നത്. ചാന്നാർ എന്ന് പറയുന്നത് മഹാരാജാവ്, തിരുവിതാംകൂർ മഹാരാജാവ് ഇട്ടുകൊടുത്തൊരു ടൈറ്റിൽ നെയിമാണ്. അദ്ദേഹം സ്വന്തം മക്കൾക്ക് സ്വത്തുവകകൾ കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ അനന്തരവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പേരിൽ പല തർക്കങ്ങളും നടക്കുന്നുണ്ട്, കേസുകളൊക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ദിവസം രാത്രിയിൽ ഏകദേശം 9:30 മണിയോടെ അദ്ദേഹം അത്താഴം കഴിച്ചതിന് ശേഷം കിടന്നുറങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ചോര, അതായത് അനന്തരവര് തന്നെ ശ്രീധരൻ ചാന്നാർ അടങ്ങുന്ന സംഘം വന്ന് അദ്ദേഹത്തിന് കൊടൂരമായിട്ട് മേടയുടെ നടുമുറ്റത്തിട്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതിനോടൊപ്പം ചേരുന്ന ഒരു കഥയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു അടിച്ചുതളിക്കാരി സ്ത്രീ ഈ ഒരു കൊലപാതകം കണ്ടെന്നും അത് പുറത്തു പറയാതിരിക്കാൻ വേണ്ടി അവരെയും വെട്ടിക്കൊന്നെന്ന്. പക്ഷെ അതൊന്നും ഫാക്ച്വലായിട്ടുള്ള കാര്യമല്ല, അതൊക്കെ വെറും കഥകൾ മാത്രമായിരുന്നു. പിന്നെ കേസും കാര്യങ്ങളുമൊക്കെ ആയതിൻ്റെ കാരണത്താൽ ഈ ഒരു ഭീമാകാരമായിട്ടുള്ള ഈ ഒരു വലിയ മേടയുടെ പകുതിയോളം ഭാഗം അടച്ചിട്ടു. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ മരണത്തിൻ്റെ കാര്യവും ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ അടച്ചിട്ട മുറികളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ പ്രേതത്തിൻ്റെ ആണെന്നുള്ള ഒരു പ്രേത കഥ അവിടെ ഉണ്ടായി. അപ്പം ഈ കഥകളൊക്കെ കേട്ടുകൊണ്ടാണ് ഇതേ നാട്ടുകാരനായിട്ടുള്ള മധുമുട്ടം മണിച്ചിത്രത്താഴിൻ്റെ തിരക്കഥാകൃത്ത് വളർന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മയിൽ നിന്ന് കേൾക്കുന്ന കഥകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങനെയാണ് അദ്ദേഹം ഇൻസ്പയർ ആയിട്ട് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ ഉണ്ടാക്കുന്നത്. അദ്ദേഹം സിംപിളി ഈ ഒരു കഥയുടെ ഇൻസ്പിറേഷനാണ് കൊണ്ടത്. അതായത് അതുപോലൊരു സംഭവമല്ല ഉണ്ടാക്കിയത്. ഇപ്പം നകുലൻ, സണ്ണി, പിന്നെ ശങ്കരൻ തമ്പി, നാഗവല്ലി എന്നൊക്കെ പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ അദ്ദേഹം കൊണ്ടുവന്നു. അത് അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് ആണ്.